പലപ്പോഴും ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു വിഷയം തന്നിട്ട് ആ ഒരു വിഷയം അനുസരിച്ച് 1 അവർ കൊണ്ടോ 2 അവർ കൊണ്ടോ അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിനകത്ത് ചിന്തിച്ചെടുക്കുന്ന ഒരു കോമ്പോസിഷൻ അനുസരിച്ചുള്ളൊരു പടം വരച്ചിട്ട് ആ പടം കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക ആർട്ട് കോമ്പറ്റീഷൻസും നടത്താറുള്ളത്. പക്ഷേ സ്കൂൾ ലെവലിലും കോളേജ് ലെവലിലൊക്കെ ഇങ്ങനെ കോമ്പറ്റീഷൻസിന് പങ്കെടുക്കുന്ന പല ആർട്ടിസ്റ്റുകളുടെയും പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ടോപ്പിക്ക് കിട്ടുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ഒരുപാട് ചിത്രങ്ങളുണ്ടാവും. പക്ഷേ ഇവിടുന്ന് തുടങ്ങണമെന്നറിയില്ല, ആ ചിത്രം എങ്ങനെ കമ്പോസ് ചെയ്യണം എന്നറിയാത്തത് കൊണ്ട് ബുദ്ധിമുട്ടി ആ ഒരു കോമ്പറ്റീഷൻ തോറ്റു പോകുന്നൊരവസ്ഥ. ഒരുപക്ഷെ അവർക്ക് നല്ല കഴിവുണ്ടാകും, ചിത്രം വരയ്ക്കാനും ഷെയ്ഡ് ചെയ്യാനും ഹൈലൈറ്റ് ചെയ്യാനും അങ്ങനെ അടക്കം അവർക്ക് ഒരു നോക്കി വരയ്ക്കുന്ന ഒരു ഫാക്ടറിൽ നല്ല കഴിവുണ്ടെങ്കിലും അതേസമയം ഫ്രീ ഹാൻഡായിട്ടൊരു ചിത്രത്തെ കമ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നൊരവസ്ഥ. അപ്പോൾ ഇതുപോലെ ബുദ്ധിമുട്ടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ വിതൗട്ട് ഫർദർ അഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഹായ്, ഞാൻ അമൽജിത്ത് ജോർജ്. ഐ എം ആൻ ആർട്ടിസ്റ്റ് ഫ്രം വയനാട്, കേരള, ഇന്ത്യ. അപ്പോൾ ഇതുപോലെ ആർട്ടിസ്റ്റുകൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്സാണ് ഞാൻ ഈ ഒരു ചാനലിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ ആൻഡ് ഇഫ് യു ആർ ഇൻ ടു ദിസ് സ്റ്റഫ്, പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ടു ദ ചാനൽ. പറ്റുമെങ്കിൽ ആ ഒരു ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ വരച്ച ചിത്രങ്ങളും മറ്റുമൊക്കെ ആയിരിക്കും ഞാൻ റെഫറൻസ് ആയിട്ട് പലപ്പോഴും പല വീഡിയോസിലും എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ചിത്രങ്ങൾ കാണണം. ആൻഡ് ഇഫ് യു വാണ്ട് ടു സപ്പോർട്ട് മീ, പ്ലീസ് ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം റൈറ്റ് നൗ. ദിസ് ഇസ് മൈ ID. അപ്പോൾ ഒരു ആർട്ട് കോമ്പറ്റീഷന് പങ്കെടുക്കുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ്, ഇറ്റ്സ് നോട്ട് അബൌട്ട് വിന്നിങ്, ഇറ്റ്സ് അബൌട്ട് പാർട്ടിസിപ്പേറ്റിംഗ്. പക്ഷേ ഒട്ടുമിക്കവരും ആർട്ട് കോമ്പറ്റീഷൻസിന് പങ്കെടുക്കുന്നത് ജയിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ആർട്ട് കോമ്പറ്റീഷൻസ് പറഞ്ഞാൽ പല ലേബലിൽ വരാറുണ്ട്. ഇപ്പോൾ പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളർ, ഓയിൽ കളർ, പിന്നെ പോസ്റ്റർ ഡിസൈനിങ്, അതേപോലെ തന്നെ കാരിക്കേച്ചർ, കാർട്ടൂണിങ്, മെഹന്തി ഡിസൈൻ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ നമ്മളിന്ന് കുറച്ചുകൂടെ പേപ്പറിൽ വരയ്ക്കുന്ന ആ ഒരു ടൈപ്പ് ആർട്ട്, അതിനെയാണ് ഞാനിന്നിവിടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാൻ മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, നമ്മൾ ആർട്ടിസ്റ്റുകൾ ഒരുപക്ഷെ ക്രിയേറ്റീവോ അല്ലെങ്കിൽ റിയലിസ്റ്റിക്കോ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. റിയലിസ്റ്റിക് ആർട്ടിസ്റ്റുകൾ കൂടുതലും റെഫറൻസ് പിക്ചർ മാത്രം ബേസ് ചെയ്ത് അല്ലെങ്കിൽ അത് നോക്കിയായിരിക്കും പഠിക്കുന്നത്. അതേസമയം ക്രിയേറ്റീവ് ആർട്ടിസ്റ്റുകൾ കൂടുതലും ഈ റെഫറൻസ് ഒന്നും ഇല്ലാതെ സ്വന്തം മനസ്സിൽ നിന്നൊക്കെ ചിത്രം വരയ്ക്കാൻ കുറേ കൂടെ ട്രെയിൻഡാണ്. പക്ഷേ രണ്ട് കൂട്ടർക്കും ആർട്ട് കോമ്പറ്റീഷൻസ് ഒക്കെ വരുമ്പോൾ ജയിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ചിത്രം വരയ്ക്കുമ്പോൾ റിയൽ ലൈഫ് ഒബ്ജക്ട്സിൻ്റെ അളവുകളും മറ്റിനെ പറ്റിയൊക്കെ നമുക്കൊരു സ്കെലിറ്റൽ സ്ട്രക്ചർ സ്റ്റഡി നമ്മൾ നടത്താറുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ ലൂമിസ് ഡ്രോയിങ് എന്നൊക്കെ പറഞ്ഞുള്ള കോൺസെപ്റ്റ്സിൽ കണ്ടിട്ടില്ലേ, നമ്മൾ ഫേസൊക്കെ ഓരോ സർക്കിൾ, അതേപോലെ തന്നെ ജോ ലൈൻ ഒരു ഓവൽ ഷേപ്പിനകത്തൊക്കെ വെച്ച് നമ്മൾ അങ്ങനെ ട്രെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ട്രെയിൻ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്താണ്, നമ്മളൊരു ചിത്രത്തിലേക്ക് നമുക്ക് യാതൊരുവിധ റെഫറൻസും ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ നമുക്ക് അങ്ങനത്തെ സർക്കിൾസും കേർവ്സും അതേപോലെ ലൈൻസ് എല്ലാം വെച്ച് നമുക്കൊരു സ്കെലിറ്റൽ സ്ട്രക്ചർ ഉണ്ടാക്കി ഒരു ചിത്രം നമുക്ക് കമ്പോസ് ചെയ്തെടുക്കാം. അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് മാത്രമാണ് നിങ്ങൾ ചിത്രം വരയ്ക്കുന്നതെന്ന് വിചാരിച്ച് ഒരു ആർട്ട് കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കാതിരിക്കരുത്. കാരണം ജയിക്കാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് അപ്പോഴും നിങ്ങൾക്കുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ളതും റിയലിസ്റ്റിക് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ഒരേ ത്രാസിൽ അളക്കുന്നത്? യഥാർത്ഥത്തിൽ അവർ അളക്കുന്നത് ഈ ഒരു ടാലൻറ്റോ അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങളോ അല്ല. യഥാർത്ഥത്തിൽ അവർ അളക്കുന്നത് സമ്മർദ്ദ സാഹചര്യത്തിൽ നമ്മളൊരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മളത് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ചിത്രത്തെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നനുസരിച്ചാണ് പൊതുവെ നമ്മൾ ജയിക്കുമോ തോക്കുമോ എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെൻ്റ് ആണ്. നമുക്ക് ആ ഒരു ടോപ്പിക്ക് കിട്ടുമ്പോൾ തന്നെ നമ്മൾ എത്ര നേരം കൊണ്ട് ആ ഒരു ടൈം കൺസ്ട്രെയിൻഡ് ആയിട്ട് നമുക്കത് തീർക്കാൻ പറ്റുമോ എന്നുള്ളത്. പലരും തോറ്റു പോകുന്നത് ഇവിടെയാണ്, അതായത് ചിത്രം വരച്ച് തീർക്കാൻ പറ്റാതായി പോകുന്നൊരു സിറ്റുവേഷൻ. രണ്ടാമത്തത് തീം മാനേജ്മെൻറ്റ്. നമുക്ക് ആ ഒരു ടോപ്പിക്ക് കിട്ടുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്, ആ ഒരു എൻറ്റയർ പിക്ചറിനെ, അത് നമ്മൾ വൃത്തിയായിട്ട് ആ ഒരു ക്യാൻവാസിലേക്ക് വരച്ചെടുക്കുന്ന ഒരു കോമ്പോസിഷനാണ് മൂന്നാമത്തെ പാർട്ട്. അതായത് ആ ചിത്രം വരയ്ക്കുന്നതിൻ്റെ കോമ്പോസിഷൻ. അതേപോലെ നാലാമത്തെ പാർട്ട് എന്ന് പറയുന്നതാണ് ടാലൻറ്റ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നമുക്ക് സംസാരിക്കാം. ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ പറഞ്ഞത് എന്താ, ടൈം മാനേജ്മെൻറ്റ്. അതായത് അതിന് ഞാൻ തരുന്ന വലിയൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടോപ്പിക്ക് കിട്ടുമ്പോൾ എത്ര ടൈം കൺസ്ട്രെയിൻ്റ് ആണെങ്കിലും ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഒന്നും വരയ്ക്കാതിരിക്കുക. 5 മിനിറ്റിൻ്റെ ഡ്രോയിങ് ടൈം ആണെങ്കിൽ ആ 5 മിനിറ്റിൽ വരയ്ക്കാതിരിക്കണം എന്നല്ല, പക്ഷേ ഒരു 1 അവറോ 2 അവറോ ഒക്കെയാണ് നമുക്ക് വരയ്ക്കാൻ കിട്ടുന്നതെങ്കിൽ ആദ്യത്തെ ഒരു 5 മിനിറ്റ്സ് ഒന്നും വരയ്ക്കാതെ ചിന്തിക്കാൻ നോക്കുക, മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം വരച്ചെടുക്കാൻ പറ്റുന്നുള്ളത്. പിന്നെ ടൈം മാനേജ്മെൻറ്റിൽ ഞാൻ എടുത്തു പറയേണ്ടാത്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതായത് മൊത്തം സമയത്ത് നമ്മൾ 3-4 ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ആദ്യത്തെ ഭാഗം എങ്ങനെ ഔട്ട്ലൈൻ ചെയ്യുക എന്നുള്ളത്, രണ്ടാമത്തെ ഭാഗം എങ്ങനെ ഷെയ്ഡ് ചെയ്യുക എന്നുള്ളത്, പിന്നെയുള്ളത് ഹൈലൈറ്റിങ്ങോ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു മൊത്തം ചിത്രത്തിൻ്റെ ആ ഒരു ടൈം സ്ലോട്ട് മൊത്തമായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്തെടുക്കുക. നല്ലൊരു രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈം മാനേജ്മെൻറ്റ് പാലിച്ചാൽ മതി. പക്ഷേ ജയിക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ചൊരു എക്സ്ട്രാ എഫേർട്ട് എടുക്കുന്നത് നല്ലതാണ്. അതായത് കോമ്പറ്റീഷൻ്റെ തലേ ദിവസം ഒരു ചിത്രം ഇതുപോലെ വരച്ച് നോക്കുക.
വളരെ കോമൺ ആയിട്ട് വരാൻ സാധ്യതയുള്ള കുറച്ച് ടോപ്പിക്സ് ഒക്കെ എടുത്ത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്ന ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ വരച്ച് നോക്കുക. അങ്ങനെ വരച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് സമയത്ത് വരച്ച് തീർക്കാൻ പറ്റുമോ നോക്കുക. അത് മാത്രമല്ല ഇതിനുള്ളൊരു ഗുണം, ഇപ്പോൾ ഓയിൽ പെയിൻറ്റ് പോലെയുള്ള മെറ്റീരിയൽസാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയൽ എന്തെങ്കിലും ഡ്രൈയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തലേന്ന് തന്നെ അറിയാൻ പറ്റും. ഏതെങ്കിലും ഒരു കളർ ഡ്രൈ ആയി പോയി എന്നുള്ളത് നിങ്ങൾ കോമ്പറ്റീഷന് ചെല്ലുമ്പോൾ തുറന്ന് നോക്കുമ്പോഴാണ് അറിയുന്നതെങ്കിൽ എൻ്റെ കോമ്പറ്റീഷൻ തോക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അപ്പോൾ തലേന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നത് കുറച്ച് നല്ലതാണ്. മാത്രമല്ല ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ടോപ്പിക് മാനേജ്മെൻ്റ് ആണ്. നമുക്കൊരു വിഷയം കിട്ടുമ്പോൾ തന്നെ നമ്മളത് എങ്ങനെ വരയ്ക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ചിത്രത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളത്. അതായത് ഇപ്പോൾ പല ഡിഫിക്കൽറ്റി ലെവലിൽ നമുക്ക് ടോപ്പിക്സ് കിട്ടും. ഒരുപക്ഷെ ഏറ്റവും ഈസി ടോപ്പിക് ആയിരിക്കും. അതായത് ഇപ്പോൾ സീനറി എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതേസമയം കുറച്ച് മീഡിയം ലെവൽ ടോപ്പിക്സ് കിട്ടും. ഉദാഹരണത്തിന് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ സ്കൂളോ അല്ലെങ്കിൽ ഒരു ട്രാഫിക്കോ അതുപോലൊരു റിയൽ ലൈഫ് സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്ക്. മൂന്നാമതായിട്ട് വരുന്നത് ഹാർഡ് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫുൾ ഇമോഷൻസും സൂപ്പർ ആക്ഷൻസും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ സൂപ്പർ ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു സൂപ്പർ ആക്ഷൻ എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ ഒരു പട്ടി കടിക്കാൻ വരുമ്പോൾ ജീവനും കൊണ്ട് ഓടുന്നതും, അതായത് അയാൾ ഓടുമ്പോൾ ഉള്ളൊരു ആക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു ആക്ഷനും അതേപോലെ തന്നെ സിമിലർ ആയിരിക്കും ഒരു മാരത്തോൺ ഓടുന്നത്. ഉദാഹരണത്തിന് ബോബി ചെമ്മണ്ണൂരും ടീമും മാരത്തോൺ ഓടുന്നത്, അവർ എൻജോയ് ചെയ്താണ് ഓടുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും ആ ഒരു ആക്ഷൻ കണ്ടാൽ സിമിലർ ആണെങ്കിലും ഇമോഷൻ വൈസ് ടോട്ടലി ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ സൂപ്പർ ആക്ഷൻസ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഉദാഹരണത്തിന് എനിക്ക് കിട്ടിയ സൂപ്പർ ആക്ഷൻ ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലഡ്, അതായത് വെള്ളപ്പൊക്കം, അതേപോലെ തന്നെ മലവെള്ളപ്പാച്ചിൽ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സൂപ്പർ ആക്ഷൻസ് ഉണ്ടാവും, ഒരുപാട് ഇമോഷൻസും വികാരവും ഉണ്ടാവും. അതല്ലാണ്ട് കോഴിപ്പോര്, രണ്ട് കോഴികൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത്. ഹാർഡ് ടോപ്പിക് ആയതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു കോഴിപ്പോര് ചിലപ്പോൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ സിനിമയെ പോലും കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ നമ്മുടെ മൈൻഡിൽ നമ്മൾ ചിന്തിച്ചുണ്ടാക്കി വരയ്ക്കേണ്ട അവസ്ഥയൊക്കെ വന്നിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ടോപ്പിക്സ് നമുക്ക് വരാം. ഇപ്പോൾ സീനറി പോലത്തെ ഒരു ടോപ്പിക്ക് കിട്ടുകയാണെങ്കിൽ ജയിക്കാനുള്ള സാധ്യത കൂടും. കാരണം ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മളൊരു സീനറി വരച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കണ്ട ഏതെങ്കിലും ഒരു ഫോട്ടോഗ്രാഫി എന്നൊക്കെ ഓർത്ത് നമുക്ക് വരച്ചെടുക്കാനൊക്കെ പറ്റും. ഇനി മീഡിയം ടോപ്പിക്കുകൾ വരുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ കാര്യമാണ് ഒരു മീഡിയം ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു ട്രാഫിക് പോലത്തെ ഒരു കണ്ടീഷനാണ് എടുക്കുന്നതെങ്കിൽ ഞാൻ സ്കൂൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് തരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു കോൺസെപ്റ്റ് ഉണ്ടാവും. അതായത് ഒരു ടീച്ചർ, കുറേ കുട്ടികൾ ഒരു ക്ലാസ് നടത്തുന്നു. അതിപ്പോൾ ഏതെങ്കിലും ഒരു ആംഗിളായിരിക്കും. ഒരു പക്ഷേ കുട്ടികളുടെ പുറകിൽ നിന്ന് ടീച്ചർ ക്ലാസ് എടുക്കുന്നതായിട്ടുള്ളൊരു ആംഗിളായിരിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ക്ലാസ് റൂമിനകത്തേക്ക് ഒരു വാതിലിനകത്തൂടെ നോക്കുമ്പോഴുള്ളൊരു ആംഗിളായിരിക്കാം. അപ്പോൾ അതുപോലെയൊക്കെ സാധാരണ ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ. ആ ഒരു 5 മിനിറ്റിനകത്ത് ആദ്യം ചിന്തിക്കേണ്ടത് ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഫസ്റ്റ് ഐഡിയ എന്താണെന്നാണ്. ഫസ്റ്റ് ഐഡിയ അത്ര സിമ്പിൾ ആൻഡ് പ്ലെയിൻ ആണെങ്കിൽ അത് വരയ്ക്കാതിരിക്കുക. കാരണം സിമ്പിൾ ആൻഡ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ചിത്രം അതുകൊണ്ടൊരു കോമ്പറ്റീഷൻ ജയിക്കാനുള്ളൊരു കപ്പാസിറ്റി ഒന്നും എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ജയിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയിട്ട് ചിന്തിക്കാൻ നോക്കുക. ഡിഫറൻ്റ് ആയിട്ട് വരയ്ക്കുന്നതിൽ ഞാൻ ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് ആ ഒരു ചിത്രത്തിനൊരു ഇമോഷണൽ വാല്യൂ നൽകുക എന്നുള്ളതാണ്. ഒരു ചിത്രത്തെ നമ്മൾ കാണുമ്പോൾ വളരെ പ്ലെയിൻ ആയിട്ട് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു സിറ്റുവേഷനേക്കാളേറെ ആ ഒരു ചിത്രത്തിനകത്ത് ഒരല്പം കൂടെ സന്തോഷമോ സങ്കടമോ, ഇപ്പോൾ ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം, അങ്ങനെ ഏത് വികാരം വേണമെങ്കിലും എടുത്ത് ആ ഒരു ചിത്രത്തിനൊരു ജീവൻ നൽകാൻ നോക്കുക. ഇപ്പോൾ പലർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഈ മുഖമൊന്നും വരച്ച് ഇമോഷൻ വരുത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അത് ഇമോഷൻ വരുത്താൻ മുഖം വരയ്ക്കണമെന്ന് നിർബന്ധമല്ല. ഒരു പക്ഷേ ഒരു കുടക്കീഴിൽ 2 പേര് ചിത്രത്തിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നതായിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിനകത്തൊരു കെയർ എന്ന് പറഞ്ഞൊരു ഇമോഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ സീനറി പോലത്തെ ഒരു ടോപ്പിക് കിട്ടുമ്പോൾ പലരും ചെയ്യുന്നൊരു കാര്യമാണ് ഒരു ഡാർക്ക് തീമിൽ ചിത്രം വരയ്ക്കുക എന്നുള്ളത്. അതായത് സൺസെറ്റാണ് നിങ്ങൾ വരയ്ക്കുന്നതെങ്കിൽ സൺസെറ്റിനകത്ത് ചെടിയും മറ്റും എല്ലാത്തിനും കറുത്ത കളറിൽ ഇത് കൊടുക്കുക എന്നുള്ളത്. അതല്ല ശരിക്കും സീനറി എന്ന് പറയുന്നത്. അതൊരു സീനറിയുടെ ഒരു ഫോമാറ്റ് മാത്രമാണ്. സൺസെറ്റ് എന്ന് പറയുന്നത് ഒരു തീം മാത്രമാണ്. അപ്പോൾ അങ്ങനെ ചിത്രം വരയ്ക്കുന്നതിൽ പോലും നമുക്ക് ഇമോഷൻ കൊണ്ടുവരാൻ പറ്റും. ഒരു പക്ഷേ 2-3 ആളുകൾ അവിടെ ഒരു ബ്ലാക്ക് കളറിൽ നിങ്ങളൊരു ഹ്യൂമൻ ഫിഗേഴ്സ് വരച്ച് വെച്ച് കഴിഞ്ഞാൽ അവരൊന്നിച്ച് സ്പെൻഡ് ടൈം ടുഗദർ എന്ന് പറഞ്ഞാൽ ആ ഒരു വികാരമെങ്കിലും അതിലൂടെ വരും. അപ്പോൾ ഇമോഷണലായിട്ട് നിങ്ങൾക്ക് എത്ര അറ്റാച്ച്മെൻറ്റ് ആ ഒരു ചിത്രത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് വിജയിക്കാനുള്ളൊരു സാധ്യത കൂടും. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സമകാലിക പ്രസക്തമായിട്ടുള്ള രീതിയിൽ ആ ഒരു വിഷയത്തെ എങ്ങനെ അവതരിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ സ്കൂൾ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ കൊറോണ കോവിഡൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ എന്താണ്, സ്കൂളിലെങ്ങും ആരുമില്ല, അവിടെ ബോർഡെല്ലാം മാറി, അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വെച്ച് കുറച്ചും കൂടിയും ഡിഫറൻ്റ് ആയിട്ട് വേണേൽ ഇതാക്കാം. ഒരു പക്ഷേ ഒരു കുട്ടി മാസ്ക് എല്ലാം ധരിച്ചൊരു കുട്ടി സ്കൂളിലേക്ക് തിരിച്ചു വന്ന് തൻ്റെ കൂട്ടുകാരും അവിടെ ഇല്ല എന്ന് തിരിച്ചറിയുന്നൊരു മൊമെൻറ്റ് വേണമെങ്കിൽ അങ്ങനെ ആക്കാം. അതല്ലെങ്കിൽ ഒരു ടീച്ചർ ഓൺലൈൻ ക്ലാസ് നടത്തുന്നതായിട്ട് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചുകൂടി എങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് ആ ഒരു ചിത്രത്തെ എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ നോക്കുക.
ഒരുപക്ഷെ ഹോസ്പിറ്റൽ പോലത്തെ ഒരു ടോപ്പിക്കെല്ലാം ആണെങ്കിൽ ഇതേപോലത്തെ സിറ്റുവേഷൻസ് നിങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക. ആളുകളുടെ ആ ഒരു തിരക്കും അതേപോലെ തന്നെ മാസ്ക് എല്ലാം ഇട്ടുള്ള ആളുകൾ സാമൂഹിക അകലം പാലിക്കാൻ നോക്കുന്നത്, അതേസമയം മുറിയിൽ അത്ര സ്ഥലം ഇല്ലാത്തൊരവസ്ഥയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു ഭീകരത കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ട് ചിന്തിക്കുക. അത് സാധാരണ ആളുകൾ ചിന്തിക്കുന്നതിൽ നിന്ന് ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ്. ഉദാഹരണത്തിന് ട്രാഫിക് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് പണ്ടൊരു ആർട്ട് കോമ്പറ്റീഷന് ഞാൻ പങ്കെടുത്തപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ വരച്ച ഒരു ഐഡിയ എന്നെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ചെയ്യിച്ചു. അയാൾ വരച്ചത് ഉറുമ്പുകൾ നടന്നു പോകുന്ന ഒരു ചിത്രമാണ്, അതായത് ഉറുമ്പുകളുടെ ട്രാഫിക്. അപ്പോൾ അതുപോലെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചിൽ നിങ്ങൾക്ക് നല്ലൊരു ചിത്രം വരയ്ക്കാൻ പറ്റുമെങ്കിൽ ഒരു വിജയസാധ്യതയുണ്ട്. പക്ഷേ എപ്പോഴും ഈ ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് തിങ്കിങ്ങിനെ സംഘാടകർ അപ്രിഷ്യേറ്റ് ചെയ്യണമെന്നും ഉണ്ടാവില്ല. ഇനി നാലാമതായിട്ട് ആ ഒരു പ്രോഗ്രാം നടത്തുന്ന സംഘാടകരെ കുറിച്ച് ചിന്തിക്കുക. ഈ സംഘാടകർക്കൊരു പ്രത്യേക താല്പര്യം ഉണ്ടാകും ഈ ഒരു ആർട്ട് ഫെസ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ നടത്തുന്നതിന്. എസ്പെഷ്യലി നിങ്ങളിപ്പോൾ ഒരു കോളേജ് ലെവലിലേക്കാണ് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ സംഘാടകർക്ക്, എസ്പെഷ്യലി കോളേജ് യൂണിയനൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു താല്പര്യം ഉണ്ടാകും. അപ്പോൾ അവരെ ഒന്ന് പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ വരയ്ക്കുക എന്ന് പറയുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല, ജയിക്കാനുള്ള സാധ്യതയൊക്കെ കൂടും. പിന്നെ ഇപ്പോൾ വേൾഡ് എയ്ഡ്സ് ഡേ പോലെയുള്ള, അതായത് December 1 എല്ലാ വർഷവും ആരോഗ്യ പ്രവർത്തകരൊക്കെ ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ നടത്താറുണ്ട്. അപ്പോൾ അവർ തരുന്ന ടോപ്പിക്സിൽ എങ്ങനെ ഒരു ആരോഗ്യ പ്രവർത്തനം, ജീവൻ രക്ഷ ഇതുപോലത്തെ ടോപ്പിക്സൊക്കെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കുക. കാരണം അവർ ആ ഒരു ചിത്രങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പൊതുവേ ആർട്ട് കോമ്പറ്റീഷൻ നടത്തുന്നത്. അപ്പോൾ അവർക്ക് കൂടെ ഉപകാരം ആവുന്നൊരു ടോപ്പിക്ക് വരച്ചു കൊടുക്കുന്നത് ജയസാധ്യത കൂട്ടും. ഇപ്പോൾ ട്രാഫിക് പോലത്തെ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് തന്നത് ഇപ്പോൾ ഒരു ആരോഗ്യ പ്രവർത്തകർ നടത്തുന്ന ഒരു ആർട്ട് കോമ്പറ്റീഷനിലാണെന്ന് വിചാരിക്കുക. അവിടെ പോയിട്ട് നമ്മൾ ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ടൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. ട്രാഫിക് എന്ന് പറഞ്ഞാൽ വെറുതെ കാറുകളും വണ്ടികളും റോട്ടിലൂടെ ഓടിപ്പോകുന്നതായിട്ട് വരച്ചിട്ട് കാര്യമില്ല. എങ്ങനെ വരയ്ക്കണം? നമ്മൾ കുറച്ചുകൂടി ഒരു ആക്സിഡൻറ്റോ അതിൻ്റെ ഭീകരതയോ അല്ലെങ്കിൽ അതിലുള്ള ഒരു ജീവൻ രക്ഷ, ആ ഒരു കഷ്ടപ്പാടിനെയൊക്കെ വരയ്ക്കുകയാണെങ്കിൽ, ആ ഒരു ഇമോഷനൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ജയിക്കാനുള്ള സാധ്യത നന്നായിട്ട് കൂടും. അപ്പോൾ ടോപ്പിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ടാമത്തെ പാർട്ട് നമ്മൾ കഴിഞ്ഞു. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ കോമ്പോസിഷനാണ്, ഫോട്ടോഗ്രാഫിക് കോമ്പോസിഷൻ. ചിത്രം വരയ്ക്കും ഫോട്ടോഗ്രാഫിക്കും വളരെ അഗാധമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. കാരണം ഫോട്ടോഗ്രാഫിയുടെ ലോസ് എന്ന് പറയുന്നത് ഒരുപാട് ചിത്രം വരയ്ക്കും ബാധകമാണ്. ഫോട്ടോഗ്രാഫിക് കോമ്പോസിഷൻ എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ചിത്രത്തിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഓരോ ഒബ്ജക്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു മാർക്കറ്റിൻ്റെ ഫോട്ടോ എടുത്തു. ഇവിടെ എന്നിട്ട് അതിനകത്ത് തിരക്കുള്ള ആളുകളുണ്ടാവും, ഒരുപക്ഷെ മാർക്കറ്റിനകത്തുള്ള കടകളും ഇതെല്ലാം ഞാൻ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ, എവിടെയാണൊരു കട, എവിടെയാണൊരു മനുഷ്യൻ, അല്ലെങ്കിൽ എവിടെയാണ് അതിലൂടെ വരുന്ന വഴി, ഇതെല്ലാം കൂടെയും ടെക്നിക്കലി ആ ഒരു ഫോട്ടോ കാണുന്ന ആളിലേക്ക് ഒരു ഐഡിയ കൺവേ ചെയ്യുന്നുണ്ട്. അതാണ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ ചിത്രം വരയ്ക്കുമ്പോഴും നമ്മളൊരു ഐഡിയ കൺവേ ചെയ്യുകയാണ് ചെയ്യുന്നത്. 3 രീതിയിൽ നമുക്കൊരു ചിത്രത്തിന് ടോപ്പിക്ക് കിട്ടുമ്പോൾ അതിനെ കമ്പോസ് ചെയ്യാം. അപ്പോൾ ഫോട്ടോഗ്രാഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് രീതിയുണ്ട്. പക്ഷേ ബേസിക്കലി നമുക്ക് 3 രീതിയായിട്ട് ചിത്രം വരയിലെ കാര്യം നമുക്ക് ബ്രേക്ക് ചെയ്യാം. ആദ്യത്തേതൊരു വൈഡ് ആംഗിൾ ഷോട്ട് പോലെ. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ട്രാഫിക് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് തരികയാണെങ്കിൽ ഞാൻ വരച്ചിരിക്കുന്നതെന്ന് പറഞ്ഞൊരു ട്രാഫിക് ജാമാണ്. ട്രാഫിക് ജാമിനെ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ഫസ്റ്റ് രീതി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാറുകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന ആ ഒരു ഷോട്ട് എനിക്ക് വരയ്ക്കാം. അതെനിക്ക് ഏത് ആംഗിളിൽ വേണമെങ്കിൽ വരയ്ക്കാം. ഇപ്പോൾ ടോപ്പ് വ്യൂവിൽ വരയ്ക്കാം, സൈഡ് വ്യൂവിൽ വരയ്ക്കാം, ലോങ് ആയിട്ട് ദൂരെ നിന്ന് എടുക്കാം. കാരണം നമ്മൾ ഒരുപാട് കാറുകളും വലിയ റോഡൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ചെറിയ ഒബ്ജക്ട്സോ മനുഷ്യൻ്റെ മുഖമോ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് മനുഷ്യൻ്റെ മുഖം വരയ്ക്കാനൊക്കെ ഭയങ്കര പാടാണ്, അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വൈഡ് ആംഗിളിൽ ചിത്രം വരയ്ക്കാൻ നോക്കുക. അപ്പോഴെന്തൊരു മനുഷ്യൻ്റെ മുഖമൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുത്തി വരഞ്ഞിട്ടാലും ഇറ്റ് വിൽ ഫിറ്റ് വിത്ത് ദ പിക്ചർ. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ഷോട്ടാണ്. മീഡിയം ഷോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 1 കാറോ 2 കാറോ ഒക്കെ ആയിട്ട് കുറച്ചുകൂടെ ക്ലോസപ്പ് ആയിട്ടുള്ളത്. അതേസമയം അതിനകത്ത് നമുക്കൊരു മനുഷ്യനെ കാണിക്കാൻ പറ്റും, മനുഷ്യൻ്റെ വികാരങ്ങളൊക്കെ കാണിക്കാനൊക്കെ ഉള്ളൊരു അവസരമുണ്ട്. അതേപോലെ തന്നെ ഒരുപക്ഷെ നമുക്കൊരു കഥ അല്ലെങ്കിൽ ഒരു തീം കൺവേ ചെയ്യാൻ ആ ഒരു ടൈപ്പ് ഫോട്ടോഗ്രാഫ് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇമോഷനൊക്കെ എങ്ങനെ അവതരിപ്പിക്കാൻ പറ്റുന്നുള്ളത് നമുക്ക് അതിലൂടെ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ക്ലോസപ്പ് ഷോട്ടാണ്. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിലേക്ക് മാത്രമായിട്ട് ക്ലോസപ്പ് ചെയ്തിട്ടുള്ളത്. ട്രാഫിക് ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനകത്ത് അത് മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു ട്രാഫിക് പോലീസുകാരൻ്റെ വികാരങ്ങളായിരിക്കും നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ക്ലോസപ്പ് ഷോട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിന് പലപ്പോഴും പ്രസക്തി ഉണ്ടാവില്ല. ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ബ്ലേർഡ് ആയിരിക്കും, ബാക്ക്ഗ്രൗണ്ട് ഔട്ട് ഓഫ് ഫോക്കസ് ആയിരിക്കും, അവിടെ നല്ല ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. അതേസമയം വൈഡ് ആംഗിളൊക്കെ ആയി കഴിയുമ്പോൾ അതിനകത്തുള്ള എല്ലാ ഒബ്ജക്റ്റിനും ഇമ്പോർട്ടൻസ് ആയിരിക്കും. ഉദാഹരണത്തിന് ഞാൻ ഇരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന ഒരു ഷോട്ടാണെങ്കിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മീഡിയം ഷോട്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ വളരെ ക്ലോസപ്പ് ഷോട്ടിലൊക്കെയാണ് എൻ്റെ ഒരു ഫേസ് വെക്കുന്നതെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിന് ഒട്ടും പ്രസക്തി ഉണ്ടാവില്ല. അതേസമയം വൈഡ് ആംഗിളിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ ഒരു പക്ഷേ എന്താണ്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അടക്കം എൻ്റെ ചുറ്റുമുള്ളതോ എൻ്റെ കൂടെയുള്ളതോ ആയിട്ടുള്ള ആൾക്കാരെ വരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് നമ്മൾ ചിത്രം വരയ്ക്കുമ്പോഴും ഉണ്ടാവേണ്ടത്. ഫോട്ടോഗ്രാഫിക് കോമ്പോസിഷൻ പോലത്തെ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അതിന് സഹായകരമാകുന്ന ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസ് എല്ലാം ഉണ്ട്.
അത് പഠിക്കുന്നത് വളരെ നല്ലതാണ്. ബേസിക്കായിട്ട് നിങ്ങൾ റൂൾ ഓഫ് തേർഡ്സ് എങ്കിലും പഠിക്കാൻ നോക്കുക. അതായത് ഹൊറിസോണ്ടലായിട്ട് 2 ലൈനും വെർട്ടിക്കലായിട്ട് 2 ലൈനും വെച്ചിട്ട് നിങ്ങളുടെ ചിത്രത്തെ 9 കഷ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഈ റൂൾ ഓഫ് തേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഹൊറിസോണ്ടലായിട്ട് 3 സെഗ്മെൻറ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ വെർട്ടിക്കലായിട്ട് 3 സെഗ്മെൻറ്റ് ഉണ്ടാവും. ഈ ഓരോ സെഗ്മെൻറ്റിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് വെച്ചൊക്കെയാണ് റൂൾ ഓഫ് തേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു യുക്തി എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കലി നിങ്ങൾ ഈ ഒരു 4 പോയിൻറ്റ്സിലൂടെയാണ് നിങ്ങളുടെ ചിത്രത്തിനകത്തുള്ള പ്രൈം ഒബ്ജക്ട്സ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഒറ്റ നോട്ടത്തിൽ പ്രേക്ഷകനിലേക്ക് ആ ഒരു ഐഡിയ എത്താൻ കുറേ കൂടി ഈസിയാണ്. അപ്പോൾ കുറച്ചും കൂടെ ഐ ക്യാച്ചിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഫോട്ടോഗ്രാഫേഴ്സ് ഇങ്ങനത്തെ മെത്തേഡ്സ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കോമ്പോസിഷൻ റൂൾസും പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് എത്രത്തോളം ആപ്ലിക്കബിൾ ആവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ റൂൾ ഓഫ് തേർഡ്സ് എങ്കിലും പഠിച്ചിരിക്കുക. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫി കോൺസെപ്റ്റാണ് പെർസ്പെക്റ്റിവിറ്റി. അതായത് നമ്മൾ കാണുന്ന ഒരു പാരലൽ ലൈൻ എന്ന് പറയുന്നത് ചിത്രത്തിൽ നമ്മൾ വരയ്ക്കുമ്പോൾ എപ്പോഴും ഡൈവേർജിങ് ആയിട്ട് വരയ്ക്കണം. അതായത് ഒരു പോയിൻ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വഴി ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെയുള്ള ലെങ്ത്ത് വളരെ കുറവാണെങ്കിൽ വലുതായി ഈ അറ്റത്തെത്തുമ്പോഴേക്കും വളരെ വലുതാണ്. അപ്പോൾ അതാണ് കുറച്ചുകൂടെ എന്താ പറയുന്നത്, പെർസ്പെക്റ്റീവായിട്ട് അവതരിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ആ ഒരു ഡിഫറൻസ് ഓഫ് ഡെപ്ത് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഒറ്റ നോട്ടത്തിൽ പ്രേക്ഷകന് മനസ്സിലാവും. അപ്പോൾ പെർസ്പെക്റ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾ വൃത്തിയായിട്ട് മാനേജ് ചെയ്യുകയാണെങ്കിൽ ലീഡിങ് ലൈൻസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് കൂടെ ഈ ഒരു ഫോട്ടോഗ്രാഫി കോമ്പോസിഷനകത്തുണ്ട്. അപ്പോൾ നമ്മൾ പെർസ്പെക്റ്റീവ് ഒക്കെ ആയിട്ടാണ് ഒരു ചിത്രം വരയ്ക്കുന്നതെങ്കിൽ കുറച്ചുകൂടിയും പ്രേക്ഷകൻ ആ ഒരു ഐഡിയ വളരെ എളുപ്പത്തിൽ കൺവേ ആവും. അതായത് നമ്മുടെ ചീഫ് ഒബ്ജക്റ്റിലേക്ക് വളരെ നൈസായിട്ടത് ഡ്രൈവ് ചെയ്യും. അതേസമയം പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു ഫാക്ടർ ഉണ്ടല്ലോ, നമ്മൾ ക്ലോസപ്പ് ആയിട്ടൊക്കെ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ വളരെ കുറവായിരിക്കും. അതേസമയം നമ്മൾ വൈഡിലേക്ക് പോകും തോറും ഈ ഒരു പെർസ്പെക്റ്റിവിറ്റി വല്ലാണ്ട് കൂടുകയും ചെയ്യും. ഇനി ഏറ്റവും അവസാനത്തെ ഫാക്ടറാണ് ടാലൻറ്റ്. ഒരുപക്ഷെ നിങ്ങൾ മത്സരിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത ലെവലിൽ നല്ല ടാലൻ്റ് ഉള്ള ഒരാളാണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്ത നല്ല രീതിയിലുള്ള അനുഭവ സമ്പത്തുള്ള ഒരാളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ തോക്കും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ച് ഞാൻ ചെസ്സ് കളിക്കാൻ പോവുകയാണ്. ഞാൻ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് വിശ്വനാഥൻ ആനന്ദുമായിട്ടാണെങ്കിൽ 100% ഞാൻ തോക്കുമ്പോൾ അതുപോലത്തെ ഒരു ഫാക്ടർ എപ്പോഴും ആർട്ട് കോമ്പറ്റീഷൻസിനകത്തും ഉണ്ട്. നമുക്ക് തീരെ ജയിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനും ഉണ്ട്. അത് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്കൂളിലൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിരം കലാപരിപാടിയാണ് നമ്മുടെ ഒപ്പം നിൽക്കുന്ന നമ്മുടെ കൂട്ടുകാരൊക്കെ നമുക്ക് മുമ്പേ വരച്ച് പുറത്തിറങ്ങിയിട്ട് ജനലിൽ കൂടെ നമ്മുടെ ചിത്രത്തെ നോക്കി ആ സ്റ്റൈലിലൊരു ചിരി ഇരിക്കുന്നത്. അത് മാത്രമല്ല, ചില സംഘാടകർ കാണിക്കുന്ന ഒരു കണ്ണിച്ചോരയില്ലാത്തൊരു പരിപാടിയാണ് വരച്ച എല്ലാ ചിത്രങ്ങളും കൂടെ ഒരു നോട്ടീസ് ബോർഡിൽ കൊണ്ടുപോയി ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ നമ്മുടെ പേരും ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ കുറച്ചും കൂടി ആളുകൾ നമ്മളെ കണ്ട് കളിയാക്കുന്നതിനേക്കാളേറെ നമ്മുടെ ചിത്രം കണ്ട് അഡ്മയർ ചെയ്യണമെങ്കിൽ നമ്മുടെ ചിത്രത്തിൻ്റെ വരയുടെ ക്വാളിറ്റി മോശമായാലും നമ്മൾ അവതരിപ്പിച്ച ഐഡിയ നല്ലതാണെങ്കിൽ അവർ കുറച്ചും കൂടി എന്താ പറയുക, നമ്മുടെ ചിത്രത്തെ അപ്രിഷ്യേറ്റ് ആണ് ചെയ്യുക. അതാണ് ഇന്നത്തെ ഹോൾ വീഡിയോയുടെ പോയിൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സഹായകരമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, എസ്പെഷ്യലി സ്കൂൾ കോളേജ് ഈ കോമ്പറ്റീഷൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്കായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ സഹായകരമായെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ആ ഒരു ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ സമയത്ത് വരും. ആൻഡ് എനിവേ വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.